മുജിതബ 2017 ഫെബ്രുവരി മാസം 17-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കേസിന്റെ നാൾ വഴി ഇതുവരെയുള്ള ആ ഒരു സംഭവ വികാസങ്ങൾ ഏത് തലത്തിലായിരുന്നു? അജയ് സൂചിപ്പിച്ചതുപോലെ 2017 ഫെബ്രുവരി മാസം 17-ാം തീയതി ഒരു രാത്രി അങ്കമാലി പരിസരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ നടി സഞ്ചരിക്കുകയായിരുന്നു. നടി എറണാകുളം ഭാഗത്തേക്ക് വരുമ്പോൾ അവരെ ഒരു വാഹനം അവരുടെ വാഹനത്തിൻ്റെ പുറകിൽ ഇടിക്കുന്നു. അങ്ങനെ അത് ആ തർക്കം സംസാരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് തന്നെ പൾസർ സുനി ഉൾപ്പെടെയുള്ള ആളുകൾ വാഹനത്തിനകത്തേക്ക് കയറുകയും വാഹനം മുന്നോട്ട് എടുക്കാൻ വേണ്ടി കൃത്യമായി തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. അത് ആ കേസിൻ്റെ തുടക്കം അതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ നോക്കൂ, 2017 ഫെബ്രുവരി മുതൽ 2025 നവംബർ മാസത്തിൽ എത്തി നിൽക്കുകയാണ്. ഏറെക്കുറെ 8 വർഷവും 9 മാസവും 8.5 വർഷത്തിന് ശേഷമാണ് ഒരു ബലാത്സംഗ കൊട്ടേഷൻ കേസിൽ ഇപ്പോൾ ജില്ലാ കോടതി, അതിൻ്റെ വിചാരണ കോടതി വിധി പറയാൻ പോകുന്നത്. ആ കേസിൻ്റെ നാൾവഴികളിൽ വളരെ ഒരു സാധാരണ കേസുകളെ പോലെയല്ല, ഇത് അനന്തമായി നീണ്ടുപോയ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല പലതവണ കേസിൻ്റെ തന്നെ മെറിറ്റ് കൊണ്ട് പലതരത്തിലുള്ള കഠിനമായ വാദപ്രതിവാദികൾ നടന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു വേളയിൽ ദിലീപിൻ്റെ അഭിഭാഷകൻ, ഈ കേസിൽ 8ാം പ്രതിയാണ് ദിലീപിൻ്റെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ 70-ലധികം ദിവസം വിസ്തരിച്ച അദ്ദേഹം ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സാക്ഷി കൂടിയാണ് ഇതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ വരിക. ആ കേസിൽ ആ വിചാരണ വിസ്താരം 70-ലധികം നീണ്ടുപോയത് അത്ഭുതപ്പെടുത്തിയെന്നാണ് ഒരു ഘട്ടത്തിൽ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി തന്നെ ആ വിധിപ്പകർപ്പിൽ എഴുതി വെച്ചത്. അതായത് ഇത്രയധികം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങനെ മനഃപൂർവ്വം അത് നീട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ പല താല്പര്യങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നാടാകെ, കേരളത്തിലുടനീളം അല്ലെങ്കിൽ നിയമ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച ഒരു കേസാണ്. ഒരു ഘട്ടത്തിൽ ജില്ലാ കോടതിയിലെ വിചാരണ നടപടികളിൽ വരെ വിശ്വാസ്യമില്ല, അല്ലെങ്കിൽ അത്തരം നടപടികളിൽ പക്ഷപാതപരമായ ചില ഇടപെടലുകൾ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ നടി തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം ആ കേസ് അനുഭാവപൂർണമായല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിഷ്പക്ഷമായല്ല കേൾക്കപ്പെടുന്നത് എന്ന് നടിക്ക് വരെ അതിൽ നിന്ന് തോന്നുന്ന ഒരു ഘട്ടമുണ്ടായി എന്നുള്ളതാണ്. അത്രയധികം വളരെ സങ്കീർണമായ കുറേയധികം സിറ്റിങ്ങുകളിലൂടെ 100, 200, 300, 400 വരെ സിറ്റിങ്ങുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി ഈ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലാ കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അതിസങ്കീർണമായ ചില കാര്യങ്ങൾ കൂടി, വളരെ ശാസ്ത്രീയമായി കൂടി എവിഡൻസ് ഉള്ള ഒരു കേസാണ്. മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുക എന്നതുകൂടി ഇതോടൊപ്പം തന്നെ ഒരു അനുബന്ധ കുറ്റപത്രമാണ്. പ്രത്യേകിച്ച് ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകുക എന്നത് മാത്രമല്ല കുറ്റം, ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി അതിൻ്റെ മെമ്മറി കാർഡ് ഏറ്റവും നിർണായകമായ ഒരു തെളിവാണ്. ഒരു തെണ്ടി മുതൽ എന്നുള്ള നിലയ്ക്ക് പരിഗണിക്കപ്പെട്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അത്തരം ഒരു കേസിൽ വളരെ ഗൗരവ സ്വഭാവത്തിൽ ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. ഒരു തവണ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ 3 തവണ മാറിയിട്ടുണ്ട് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് ഔദ്യോഗികമായി തന്നെ കോടതിക്ക് മുമ്പിൽ വെച്ചതാണ്. അതിനർത്ഥം അനധികൃതമായി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു തെളിവ് ആരോ ചില ശക്തികൾ ഏതെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ അത് പരിശോധിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ഫോറൻസിക് റിപ്പോർട്ടിലുണ്ട്. അതിനെതിരെ നടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ നടിയുടെ ആ ഹർജിയിൽ ഹൈക്കോടതി അന്ന് ഉത്തരവിട്ടത് ഫാക്ട് ഫൈൻഡിംഗ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ജഡ്ജിയെ അത് അന്വേഷിച്ച് വസ്തുതാപരമായ ഒരു അന്വേഷണം നടത്തി അതെന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കോടതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, അതിൽ SIT തന്നെ വേണമെന്ന്, പ്രത്യേക അന്വേഷണ സംഘം തന്നെ വേണമെന്ന് നടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇത് ഫാക്ട് ഫൈൻഡിംഗ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ജില്ലാ ജഡ്ജി തന്നെ അതിന്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാരണത്താൽ ഹൈക്കോടതി SIT അന്വേഷണ ആവശ്യം, നടിയുടെ ആവശ്യം ഹൈക്കോടതി തന്നെ തള്ളുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതേ മെമ്മറി കാർഡിന്റെ പകർപ്പ് ലഭിക്കണം അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെടണം അല്ലെങ്കിൽ അനുവദിക്കണം എന്നൊരു ആവശ്യവുമായി ദിലീപ് തന്നെ ഈ കേസിൽ 8ാം പ്രതിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കാനുള്ള അവകാശം ചൂണ്ടിക്കാണിച്ച് ഈ മെമ്മറി കാർഡിന്റെ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തനിക്ക് അവകാശമുണ്ട് എന്നുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയെ സമീപിക്കുന്നു. പക്ഷേ അന്ന് ഹൈക്കോടതി അത് തള്ളുകയും ചെയ്തു. അങ്ങനെ അതിസങ്കീർണമായ പല കുറി മാറ്റിവെച്ച കുറേയധികം 8.5 വർഷത്തോളം ഒരു അതിജീവിത ഈ കേസിന്റെ നാൾവഴികളിലൂടെ കടന്നു പോകുന്ന വളരെ സങ്കീർണമായ ഒരു കേസാണ്. മാത്രമല്ല ഈ കേസ് കുറേയധികം മുന്നോട്ട് പോയപ്പോഴാണ് പുതിയ ചില വെളിപ്പെടുത്തലുകൾ കൂടി ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ദിലീപിന്റെ നേരത്തെ ചില സിനിമകൾ സംവിധാനം ചെയ്ത അല്ലെങ്കിൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയ ഒരു സംവിധായകൻ തന്നെ കുറേയധികം വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് ദിലീപിനകത്ത് ഈ കൃത്യമായ റോൾ ഉണ്ട് എന്ന്
പല ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ സംഭാഷണങ്ങളിൽ നിന്ന് ലഭ്യമായ ചില വിവരങ്ങളുണ്ട്, വളരെ രഹസ്യമായി. മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കൊലപ്പെടുത്താനുള്ള ചില ആസൂത്രണമായ പദ്ധതികൾ ദിലീപ് നടപ്പിലാക്കിയിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വന്നാണ്. അദ്ദേഹം മരിച്ചുപോയി. ഇനിയിപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് അത്തരം വാദങ്ങൾ അന്ന് അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയ മൊഴികൾ മാത്രമാണ് നിലനിൽക്കുക. എന്തായാലും ഈ കേസ് എന്ന് പറയുന്നത് കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച, ഒരുപക്ഷെ താരസംഘടനയിൽ വരെ വളരെ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായ WCCയുടെ ഫോർമേഷൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടതാണ്. കുറേയധികം നാളുകളായി സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നതല്ലാതെ ഒരു പൊട്ടിത്തെറിയിലേക്ക് മാറി നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സിനിമാ സംഘടനയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇത്തരം ചില സമീപനങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ, ആരോപണം വരുന്നതുവരെ ദിലീപിനെ പുറത്താക്കാൻ താരസംഘടന തയ്യാറായില്ലെന്ന് മാത്രമല്ല അറസ്റ്റിന് ശേഷമാണ് പുറത്താക്കിയത്. മറ്റൊരു വേള ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നു. അന്നും അത് വലിയ വിവാദമാവുകയും ദിലീപ് തന്നെ ആ ക്ഷണം നിരസിക്കുകയും ചെയ്ത ഘട്ടങ്ങളുണ്ട്. അങ്ങനെ